ഫൈൻഡിങ് ഫാക്ട്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ആദ്യത്തെ റിവിഷനാണ് നോക്കുന്നത്. മൺഡേ റിവിഷൻ ഉണ്ടാകുന്ന കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈം ടേബിൾ പ്രകാരം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ച വിഷയങ്ങളുടെ ടോപ്പിക്സിൻ്റെ റിവിഷനാണ് നമ്മൾ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള റിവിഷനാണ് നമ്മൾ നോക്കുന്നത്. ഇതിന് ചിലപ്പോൾ ഞാൻ ക്ലാസ്സിൽ വീഡിയോസ് ഇടാത്ത ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളുണ്ടാവും. അത് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇന്നിപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി പോവുകയാണ് ചെയ്യുന്നത്. പഠിപ്പിക്കാത്ത പോർഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ അത് എടുക്കുന്നതായിരിക്കും. പക്ഷേ ഇതുവരെ നമ്മൾ ഒറ്റയ്ക്കും അല്ലാതെയും ടൈം ടേബിൾ പ്രകാരം പഠിച്ച ടോപ്പിക്സുകളുടെയാണ് നമ്മൾ ഇന്ന് റിവിഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശബന്ധം എ 1 ആയിരിക്കും, ബി 1നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും, സി 1നേക്കാൾ വലുതായിരിക്കും, ഡി 1നേക്കാൾ ചെറുതായിരിക്കും. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ പോസ് ചെയ്തതിന് ശേഷം ആൻസർ വിചാരിക്കുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നോക്കുക ആൻസർ. അടുത്ത സ്ലൈഡിലായിരിക്കും ആൻസർ ഉണ്ടാവുക. ഓക്കെ, ആൻസർ ബി ആണ്, അതായത് 1 ആയിരിക്കും. സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശബന്ധം ബി ആണ് ആൻസർ. 1നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും. ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ മുന്നേ ഉള്ള വീഡിയോസ് നമ്മൾ പിൻ ചെയ്ത അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കുന്നതായിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. 1നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും എന്നുള്ളതാണ് ഉത്തരം. ഇനി, ഒരു ലോറിക്കും ഒരു സൈക്കിളിനും ഒരേ ഗതികോർജ്ജമാണുള്ളത്. ഏതിനാണ് ആക്കം കൂടുതൽ? ആക്കം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എന്നാലും ഈ ആഴ്ചയിൽ പഠിക്കാനുള്ള ടോപ്പിക്സ് ആയതുകൊണ്ടാണ് ആക്കത്തിൻ്റെ കാര്യം നമ്മൾ എടുത്തിട്ടുള്ളത്. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? സി, ലോറിക്കാണ്. കാരണം അതിൻ്റെ മാസ് കൂടുതലാണ്, അതുകൊണ്ടാണ് അതിന് ആക്കം കൂടുതലാണെന്ന് പറയുന്നത്. ഇനി, സംഗീത ഉപകരണങ്ങളിൽ കുഴലുകളാണ് അഭികാമ്യം. എന്തുകൊണ്ട് എന്നുള്ളതാണ്. എ, രണ്ടറ്റവും ഏതിനം കുഴലുകളാണ് അഭികാമ്യം എന്നുള്ളതാണ് ചോദ്യം. രണ്ടറ്റവും അടഞ്ഞ കുഴൽ, ഒരറ്റം മാത്രം തുറന്ന കുഴൽ, രണ്ടറ്റവും തുറന്ന കുഴൽ, ഇവയെല്ലാം. രണ്ടറ്റവും തുറന്ന കുഴലാണ് അഭികാമ്യം എന്നാണ് പറയുന്നത്. 480 ഹെർട്സ് 482 ഹെർട്സ് ഉള്ള രണ്ട് ട്യൂണിംഗ് ഫോർക്കുകൾ ഒരേ സമയത്ത് കമ്പന അവസ്ഥയിലായാൽ അവിടെ ഉണ്ടാകുന്ന ആവൃത്തി എത്രയാണ് എന്നാണ് ചോദ്യം. ഇത് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലാത്ത കേസാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. അതുകൊണ്ടാണ് ഞാനത് ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വിശദീകരണം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. നമ്മൾ സൗണ്ട് എന്നുള്ള പോർഷൻ, സൗണ്ട് ആക്ച്വലി സിലബസിലില്ല, എന്നാലും നമ്മളൊന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും. കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സൗണ്ടിൻ്റെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യം വരുന്നത് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഇനി, പ്ലാറ്റ്ഫോമിലേക്ക് സമവേഗത്തിൽ വരുന്ന ട്രെയിനും ട്രെയിനിൻ്റെ അടുത്തേക്ക് പ്ലാറ്റ്ഫോമിൽ കൂടി വരുന്ന കുട്ടിയും കണക്കിലെടുത്താൽ ട്രെയിനിൻ്റെ എഞ്ചിൻ്റെ വിസിലിൻ്റെ ആവൃത്തി കുട്ടിക്ക് എങ്ങനെ തോന്നും? ആൻസർ എന്ന് പറയുന്നത് കൂടുന്നതായി തോന്നും എന്നുള്ളതാണ്. ബി ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ജലത്തിൻ്റെ കംപ്രസബിലിറ്റി 50 × 10⁻⁻6 അറ്റ്മോസ്ഫിയർ ആണ് എങ്കിൽ ജലത്തിൻ്റെ ബൾക്ക് മോഡുലസ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഡി ആണ്, 1/50 × 10⁻6 ആണ്. ഇതൊന്നും നമ്മൾ ക്ലാസ്സിൽ പറയാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇത് പഠിച്ച ആളുകൾക്ക് ഇതൊരു റിവിഷൻ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഇത് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ചെമ്പിൻ്റെ അടുത്തത് ക്വസ്റ്റ്യൻ ബ്ലാക്ക് കളറിൽ എഴുതിയിരിക്കുന്നതാണ്. സ്പ്രിംഗ് ഉണ്ടാക്കാൻ ചെമ്പ് വയറിനേക്കാൾ നല്ലത് സ്റ്റീൽ വയറാണ്. കാരണം എന്താണെന്നാണ്. ചെമ്പിൻ്റെ യങ്സ് മോഡുലസ് സ്റ്റീലിനേക്കാൾ കൂടുതലാണ്. സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് ചെമ്പിനേക്കാൾ കൂടുതലാണ്. ചെമ്പിൻ്റെ ഡക്റ്റിലിറ്റി സ്റ്റീലിനേക്കാൾ കൂടുതലാണ്. സ്റ്റീലിൻ്റെ ഡക്റ്റിലിറ്റി ചെമ്പിനേക്കാൾ കൂടുതലാണ്. ഇതിൽ ആൻസർ വരുന്നത് ബി ആണ്. സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് ചെമ്പിനേക്കാൾ കൂടുതലാണ്. ചില സ്ഥലങ്ങളിൽ
ഈ ക്വസ്റ്റ്യൻസ് ബ്ലാങ്ക് ആയിട്ട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ, അത് ഞാൻ പറയുമ്പോൾ ശരിയാക്കി പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഓർത്ത് പറയേണ്ടതാണ്, ഓർത്ത് അത് നോക്കി വെക്കേണ്ടതാണെന്ന് പറയാണ്. അടുത്തത് ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട നിയമമാണ്. ഇതിലേതാണെന്നാണ്? പാസ്കൽ നിയമം, ഗോസസ് നിയമം, ബെർണോളിസ് നിയമം, ഹുക്സ് നിയമം. ആൻസർ എന്ന് പറയുന്നത് ബെർണോളിസ് നിയമമാണ്. ഇനി സമാന്തരമായി ഉറപ്പിച്ചിരിക്കുന്ന രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ എത്ര പ്രതിബിംബങ്ങൾ കാണാം? അതിൽ ഇൻഫിനിറ്റി, അനന്തത ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് എല്ലാവർക്കും അറിയാം, ഡയോപ്റ്റർ ആണ്. ഒരു കോൺകേവ് മിററും ഒരു കോൺവെക്സ് ലെൻസും വെള്ളത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്നു. അവയുടെ ഫോക്കസ് ദൂരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ആൻസർ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. കോൺകേവ് മിററിന്റെ ഫോക്കസ് ദൂരം വ്യത്യാസപ്പെടുന്നില്ല, എന്നാൽ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം കൂടുന്നു എന്നുള്ളതാണ് ആൻസർ. ഇനി അപവർത്തനവുമായി ബന്ധപ്പെട്ട നിയമമാണ് സ്നെൽസ് ലോ. ഒരു കോൺവെക്സ് ലെൻസ് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് തുല്യമായ ഒരു മീഡിയത്തിൽ വെച്ചാൽ അതെങ്ങനെ മാറും? അതൊരു പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ് ആയിട്ട് മാറും. പൂർണ്ണാന്തര പ്രതിഫലനം നടക്കണമെങ്കിൽ പതനകോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം. പൂർണ്ണാന്തര പ്രതിഫലനം നടക്കണമെങ്കിൽ പതനകോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം. വജ്രത്തിന്റെ തിളക്കത്തിനു കാരണം പൂർണ്ണാന്തര പ്രതിഫലനമാണ്. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തര പ്രതിഫലനമാണ്. ഒരു ദ്വയാറ്റോമിക തന്മാത്രയിൽ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും? 5 ആണ് ഉത്തരം. ഒരു ദ്വയാറ്റോമിക തന്മാത്രയിൽ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും എന്നുള്ളതിന്റെ ആൻസർ 5 ആണ്. മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ഐഡിയൽ ഗ്യാസ് തന്മാത്രയുടെ RMS സ്പീഡ് ആവറേജ് സ്പീഡിന്റെ എത്ര ശതമാനം കൂടുതലായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 9% കൂടുതലായിരിക്കും. ഇത്രയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഇനിയുള്ള ടോപ്പിക്സ് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതിനുശേഷം നമ്മൾ അടുത്ത തിങ്കളാഴ്ചയും ഇതുപോലെ 7 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ചിലപ്പം ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ ഒന്നുകൂടെ നമ്മൾ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം അതിൽ കുറേ ടോപ്പിക്സ് നമ്മൾ കാണാത്തതുണ്ട്. അതുകൂടെ വീഡിയോസ് ചെയ്തതിന് ശേഷം വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് ക്ലിയർ ആയിട്ട് കിട്ടും. ഇനിയുള്ള ക്ലാസ്സുകളിൽ മിക്കവാറും തീരാനുള്ള ടോപ്പിക്സുകളായിരിക്കും എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക. ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇത് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ നോക്കി പോവാം. അപ്പോൾ ആദ്യത്തെ റിവിഷനാണ് നമ്മുടെ ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക്